എൻ്റെ കൂടെ ഉള്ളത് സ്റ്റോക്ക് ഫോക്സ് വാഗൻ വെൻറ്റോ ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു, എന്നാലും ഒരു 2.5 ലക്ഷം കൊടുത്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും. എൻ്റെ കൂടെ ഉള്ളത് ഫാബിതാണ്. ഫാബിന് ഞാൻ പ്രത്യേകിച്ച് ഇൻട്രഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഫാബിൻ്റെ കൂടെ പോളോ എന്നൊരു പ്രത്യേകത ഉണ്ട്. എത്ര പേര് 25 lakhs. ആക്ച്വലി വണ്ടി ഇപ്പോൾ അവൈലബിൾ അല്ല, എന്നാലും വണ്ടിയുടെ മുകളിലെ ഫാബ് ഇത് വർക്ക് ചെയ്തൊരു പ്രൈസാണ് 25 lakhs. സോ എന്താണ് ഇത്രയും വലിയ മാറ്റം? അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കാം. വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. സോ ഫാബ് ഇത് പറഞ്ഞു ഇതൊരു ഓട്ടോക്രോസ് പോളോ ആണ്. അപ്പോൾ ഈ 25 ലക്ഷം രൂപ ഇതിനെക്കാട്ടിലും ഇതിന് കൂടുതൽ വരാനുള്ള കേസ് എന്ന് വെച്ചാൽ അതിനകത്ത് കുറേ സംഭവങ്ങൾ ഫാബ് ഇത് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്താണ് ഈ ഓട്ടോക്രോസ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇൻ ടു മോട്ടോർ സ്പോർട്സ്. ഒരു ചെറിയ രീതിയിൽ ഒരു റാലി ഓടിക്കുന്ന ഒരു ഫീലാണ്. ഒരു 1 to 2 കിലോമീറ്റർ ട്രാക്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ സേഫായി മാക്സിമം സ്പീഡിൽ ഓഫ് റോഡ് ഓടിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഓട്ടോക്രോസ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഞാൻ ബേസിക്കലി ഈ ഒരു വണ്ടി ഓടിക്കുന്നതാണ്. ഞാൻ മിക്ക വണ്ടികൾ ഓടിക്കുന്ന ഒരാളാണ്, പക്ഷേ ഞാൻ റാലി അങ്ങനെ ഓടിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ ഒരു ഓട്ടോക്രോസിൽ വരാൻ എത്ര രൂപ ഞാൻ മുടക്കേണ്ടി വരും? ഒരു സ്വന്തമായിട്ടൊരു വണ്ടി ഇല്ലെങ്കിൽ വണ്ടി റെൻ്റ് എടുത്ത് ഓടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ആവറേജ് 25,000 rupees പെർ ഇവൻറ്റ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ 25,000 ഈവൻറ്റ് ഞാൻ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഓടിക്കാൻ അറിയുന്ന എനിക്ക് ഈ ഒരു വണ്ടി ഓടിക്കാൻ പറ്റുമോ? പറ്റണമെന്നില്ല. എന്താ പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അതിൻ്റെ സസ്പെൻഷൻ, ബ്രേക്സ്, പവർ എല്ലാം മാറ്റങ്ങളുണ്ട്. അപ്പോൾ അത് ഓടിക്കാൻ ഒരു ടെക്നിക്കലി ഒരു ട്രെയിനിങ് എടുക്കുന്നത് നല്ലതാണ്. അതിന് വേണ്ടിയിട്ടുള്ള റാലി സ്കൂൾസ് ഉണ്ട്. ഞാൻ തന്നെ ഫാബ് റാലി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നടത്തുന്നുണ്ട്. അതിലൊരു ലെവൽ 1 ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് ഓടിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഞാൻ മോശമല്ലാതെ വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഫാബിത് പറഞ്ഞു ഈ ഒരു സ്കൂൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ടെക്നിക്സ് കിട്ടും. എനിക്ക് 2 ടെക്നിക്സ് പറയൂ, അതായത് ഞാൻ ഈ വണ്ടിയിൽ ഇതുവരെ അപ്ലൈ ചെയ്യാത്തതും എന്നാൽ ഈ സ്കൂളിൽ പോയാൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക്. നമ്മൾ റാലി ഡ്രൈവിങ്ങിലും ഓട്ടോക്രോസ് ഡ്രൈവിങ്ങിലും വളരെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ലിഫ്റ്റ് ഓഫ് ഓവർ സ്റ്റിയർ. ഈ പേര് പറയുന്ന പോലെ തന്നെ ലിഫ്റ്റ് ഓഫ് എന്നുള്ളത് ത്രോട്ടിൽ ലിഫ്റ്റ് ഓഫ് ചെയ്യുക, ഓവർ സ്റ്റിയർ എന്നുള്ളത് വണ്ടി സ്ലൈഡ് ചെയ്യുക. അപ്പോൾ WRC വീഡിയോസ് അല്ലെങ്കിൽ INRC വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് കോർണറിൽ വണ്ടി നമ്മൾ സ്ലൈഡ് ചെയ്തിട്ടാണ് തിരിക്കുക. അപ്പോൾ ആ ഒരു സ്ലൈഡ് ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ലിഫ്റ്റ് ഓഫ് ഓവർ സ്റ്റിയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ടെക്നിക്സാണ് നമ്മൾ ആക്ച്വലി ഇവിടുന്ന് പഠിക്കുന്നത്. അതെ. ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ വെൻറ്റും ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു വലിയ മാറ്റം ഞാൻ പറയട്ടെ. ഇതിൽ ശബ്ദമുണ്ട്, ഇതിൽ ശബ്ദമില്ല. എന്താ കാരണം? ഇത് ആക്ച്വലി നമ്മൾ വെയ്റ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് ഫുൾ ഫൈബർ ബോഡിയാണ് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഉദ്ദേശം ഒരു സ്റ്റോക്ക് പോളോൻ്റെ മേലെ 120+ കിലോസ് നമുക്ക് ലൈറ്റർ ആക്കാൻ പറ്റും. സോ ദാറ്റ് ഓവറോൾ പെർഫോമൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ഫൈബർ ബോഡി മെറ്റീരിയൽ അല്ലാതെ തന്നെ ഇവിടെ ലൈറ്റ് ഇല്ല, ഇവിടെ ലൈറ്റ് ഉണ്ട്, ഇവിടെ ഫോഗ് ലാമ്പ് ഇല്ല, ഇവിടെ ഫോഗ് ലാമ്പ് ഉണ്ട്. ഇതെല്ലാം ഈ ഒരു കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? മോസ്റ്റ്ലി അതാണ്. പിന്നെ നമ്മളൊരു ഓട്ടോക്രോസ് ഇവൻറ്റിന് ഇതിൻ്റെ ആവശ്യമില്ല, പർപ്പസ് ഇല്ല, ഹെഡ്ലൈറ്റിൻ്റെ പർപ്പസ് ഇല്ല. സോ വൈ ദാറ്റ് എക്സ്ട്രാ വെയിറ്റ്? അപ്പോൾ ഈ ഒരു ഓട്ടോക്രോസ് എന്ന് പറയുന്നത് രാവിലെ അല്ലെങ്കിൽ ഒരു സൂര്യനുള്ള സമയത്ത് മാത്രം ഓടിക്കുന്നൊരു സംഭവമാണോ? അതെ. അതല്ലാതെ ഈ നൈറ്റ് ഓട്ടോക്രോസസ് ഉണ്ടാവാറുണ്ട്, പക്ഷെ അവിടെ മോസ്റ്റ്ലി ഫ്ലഡ് ലൈറ്റ് ആയിരിക്കും. അപ്പോൾ വണ്ടിയുടെ ലൈറ്റിൻ്റെ ആവശ്യം വരാറില്ല. ഇപ്പോൾ ഫാബിതെ ആക്ച്വലി ഇത് കാണുമ്പോൾ നോക്കി ഞെണുങ്ങുന്നുണ്ട്. അപ്പോൾ സേഫറാണോ ഈ വണ്ടി? സേഫ്റ്റി ആക്ച്വലി നമുക്ക് ഉള്ളിലിരിക്കുന്ന ഡ്രൈവറിനാണല്ലോ സേഫ്റ്റി വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്പെഷ്യലായിട്ട് റോൾ കേജ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. റാലി സ്പെക് റോൾ കേജ് തന്നെയാണ്. നമ്മൾ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരുപാട് പൈപ്പ്സ് വെച്ചിട്ടൊരു ഫോർമേഷൻ ഉണ്ടാക്കി. എനിക്ക് അകത്തുനിന്ന് കാണിച്ചു തരുമോ അതെല്ലാം? ഷുവർ. ഈ കാണുന്ന റോൾ കേജ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ്സ് വെച്ചിട്ടുള്ള ഇത് ഡയറക്റ്റ്ലി ഷാസിക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ക്രാഷ് ആയാലും അപകടം ഉണ്ടായാലും ഈ വണ്ടിയുടെ ഇൻസൈഡിൻ്റെ ഒരു സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിക്ക് ഒരു കുറവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലിരിക്കുന്ന ഡ്രൈവർ 100% സേഫ് ആയിരിക്കും. പക്ഷേ ഇത് നോർമൽ ഒരു സീറ്റ് അല്ല, ഒരു സ്റ്റോക്ക് കണ്ടീഷൻ സീറ്റ് അല്ല. എനിക്ക് തോന്നുന്നു സീറ്റും അതുപോലെ സീറ്റ് ബെൽറ്റിനും മാറ്റങ്ങളുണ്ട് അല്ലേ? 6 പോയിന്റ് എന്തോ നിങ്ങളുടെ ഭാഷയിൽ പറയും. അതെ അതെ. 6 പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണ കാറുകളിൽ 3 പോയിന്റ് എന്നാണ് സീറ്റ് ബെൽറ്റ് ഉണ്ടാവുക, ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇതിലത് 6 പോയിന്റ്സ് എന്നാണ്. അതിൻ്റെ ഉദ്ദേശം നമ്മളത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീറ്റിൽ നിന്ന് പിന്നെ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ, ഒന്ന് ഇട്ട് കാണിക്കുമോ? അപ്പോൾ കൃത്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അത് മാത്രമല്ല ഇത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, ഒരു നോർമൽ കാറിൽ കയറുന്ന പോലെ അല്ല. അത് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഓരോ ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു കണ്ടീഷൻ കാരണം തന്നെയാണോ നിങ്ങളിങ്ങനെ ട്രിം ആയിരിക്കുന്നത്? അതും ഒരു റീസണാണ്. അത് മാത്രമല്ല അതും ഒരു റീസണാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബെൽറ്റ്. അതെ. ഇത് 6 പോയിന്റ് എന്ന് പറഞ്ഞാൽ താഴത്തുനിന്ന് 2 പോയിന്റ്, ഇവിടുന്ന് ഒരു പോയിന്റ്, ഇവിടുന്ന് ഒരു പോയിന്റ്, ഈ മേലെന്ന് 2 പോയിന്റ്സ്. ഇതെല്ലാം കൂടെ ഈ ബക്കിളിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് 6 പോയിന്റ് ആവും. ഓക്കെ. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇൻ കേസ് ഓഫ് എൻ ആക്സിഡൻറ്റ് പെട്ടെന്ന് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതെല്ലാം ഈക്വലായിട്ട് ഓപ്പൺ ആവും.
നോർമൽ കണ്ടീഷൻസിൽ ഇങ്ങനെ ആയിരിക്കും 1, 2, 3 ഇങ്ങനെ 3 പോയിന്റഡ് ആയിരിക്കും, അതിന് പറയുന്നത് 6 പോയിന്റ് ആണ്. ഇനി ഈ ഒരു സീറ്റിന് പ്രത്യേകത ഉണ്ട്, ബേസിക്കലി നമ്മളിങ്ങനെ പിടിച്ചു വെക്കാന്നല്ലാതെ മോസ്റ്റ്ലി അത് തന്നെയാണ് ഉദ്ദേശം. പക്ഷേ അതിലുപരി ഇതിൻ്റെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി വളരെ ഹൈ ആണ്. നമ്മൾ ഈ അഗെയിൻ ഒരു ഹൈ സ്പീഡ് ക്രാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സീറ്റ് ഡിസൻറ്റിഗ്രേറ്റ് ആവില്ല, അതായത് അതിൻ്റെ ഷേപ്പോ ഒരു മാറ്റങ്ങളും ഉണ്ടാവില്ല. അതിലൊക്കെയാണ് ഡ്രൈവർ സേഫ്റ്റിയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നോർമൽ കണ്ടീഷൻസിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ റോൾ ഗേജ് ഉണ്ട്, പക്ഷേ എയർ ബാഗ് ഇല്ല. അതെ, ഈ സീറ്റ് ബെൽറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രയും മൂവ്മെൻ്റ് ഉണ്ടാവും. നമ്മൾ ബേസിക്കലി എയർ ബാഗ് ഉണ്ടായിട്ടും ഗുണമില്ല, കാരണം നമ്മൾ ഫ്രണ്ടിലേക്ക് വരില്ല. അതെ, അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഗ്രിപ്പ് മെറ്റീരിയൽ വ്യത്യാസമുണ്ടോ? അതെ, ഇത് സ്യൂട്ട് സ്റ്റിയറിംഗ് വീലാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മൾ ഈ കോമ്പറ്റീഷന് ഇറങ്ങുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ് ഓടിക്കുക. ഫയർ റിട്ടാർഡൻറ്റ് ഗ്ലൗസ് യൂസ് ചെയ്യും. ആ ഗ്ലൗസ് ഈ മെറ്റീരിയലാണ് കുറച്ചുകൂടി നന്നായി ഗ്രിപ്പ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി എനിക്ക് തോന്നുന്നു ഗിയർ ബോക്സിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, കാരണം ഇതൊരു ഓട്ടോക്രോസ് ആയതുകൊണ്ട്. അതെ, പക്ഷേ ഹാൻഡ് ബ്രേക്ക് നമുക്കൊരു സാധാ വണ്ടിയെക്കാട്ടിലും കുറച്ചും കൂടി ഹൈറ്റിൽ ആണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്താ? അതിൻ്റെ ഉദ്ദേശം നമുക്കിത് ഹാൻഡ് ബ്രേക്ക് ഒരുപാട് തവണ യൂസ് ചെയ്യേണ്ടി വരും. ഒരു ഓട്ടോക്രോസ് ട്രാക്കിൽ നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള കോർണേഴ്സ് സ്പീഡിലെടുക്കാൻ, ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ മേലെ ആകുമ്പോൾ നമുക്കൊരു ലിവറേജ് ഹൈ ആയിരിക്കും, കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് ലോക്ക് ചെയ്യാം. ഓക്കെ, നോർമൽ താഴെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതല്ലാതെ നോർമൽ കണ്ടീഷൻസിൽ ഇവിടെ AC അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ ഇവിടെ നമുക്കൊരു കിൽ സ്വിച്ച് പോലൊരു സംഭവം കാണാനുണ്ട്. കിൽ സ്വിച്ച് വളരെ നിർബന്ധമായിട്ടുള്ളൊരു അഡീഷനാണ് ഒരു റാലി കാറിനോ റേസ് കാറിനോ. എന്താ വെച്ചാൽ ഒരു ഫയർ ഹസാർഡിൻ്റെ സിറ്റുവേഷനിൽ ഒരൊറ്റ ക്ലിക്കിൽ നമ്മുടെ വണ്ടിയുടെ ഫുൾ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഡിസ്കണക്ട് ചെയ്യാനും പറ്റും. എന്തെങ്കിലും ഒരു ഫയറിൻ്റെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അതിലൂടെ അത് ഇല്ലാണ്ടാക്കാൻ പറ്റും. ഇനി ഞാൻ താഴേക്ക് നോക്കുമ്പോൾ ഈ ഫുഡ് പെഗിൽ ഒരു ചെറിയൊരു ഹൈറ്റ് കൂട്ടിയ പോലത്തെ ഒരു സംഭവമുണ്ട്. ഇത് ആക്ച്വലി ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളതാണോ? അതെ, ഇതിൻ്റെ ഉദ്ദേശം അഗെയിൻ ഡ്രൈവർ കംഫർട്ടാണ്. നമുക്ക് ഇതില്ലാണ്ട് നമ്മൾ ഈ ട്രിം എല്ലാം റിമൂവ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ലോ ആയി കഴിഞ്ഞാൽ ഡ്രൈവർ കംഫർട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈറ്റ് കൂട്ടിയിട്ടുള്ളതും. ഈ പെഡൽസ് റാലി കൈൻഡ് ഓഫ് ഷൂസിന് യൂസ് ചെയ്യുമ്പോൾ സ്പെഷ്യലായിട്ട് ഗ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെഡൽസിന് ചേഞ്ചസ്. ഈ ഒരു ഓട്ടോക്രോസിൻ്റെ കേസ് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു ബേസിക്കലി ഈ ഒരു കാറിൻ്റെ മിക്ക ആളുകൾ ഓടിക്കില്ലേ, അപ്പോൾ സ്പെഷ്യലി ഡിസൈൻഡ് ആണ്. അപ്പോൾ ഫാബിദിൻ്റെ ആ ഒരു എന്താ പറയുക ബോഡിക്ക് അനുസരിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്, അല്ല ഈ ഒരു ഓട്ടോക്രോസ് ആയതുകൊണ്ട് ഇതിനൊരു ബേസിക് സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ? ഇല്ല, ഈ ഓട്ടോക്രോസ് സ്പെഷ്യലി ഈ ഒരു കാർ സിയാലിന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു കാർ 10 ഡ്രൈവേഴ്സ് ഷെയർ ചെയ്ത് ഓടിക്കാനുള്ളത് കൊണ്ടും നമ്മൾ സ്റ്റിയറിങ്ങും സീറ്റും ഫുള്ളി അഡ്ജസ്റ്റബിൾ, അതിലുപരി സീറ്റ് ഹൈറ്റ് കുഷ്യൻസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡൺ. അപ്പോൾ ഞാനൊരു സംഭവം കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ അജിത്തിൻ്റെ ഒക്കെ വീഡിയോസിനകത്ത് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അതായത് അദ്ദേഹം ഈ റൈറ്റ് കാലം കൊണ്ട് തന്നെ ഇടയ്ക്ക് ആക്സിലേറ്ററും ബ്രേക്കും ചവിട്ടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വല്ല ടാക്ടിക്സ് ഉണ്ടോ? അത് ഹീൽ ആൻഡ് ടോ എന്നുള്ളൊരു ടെക്നിക്കാണ്. അത് കൂടുതലും റേസിങ്ങിലാണ് യൂസ് ചെയ്തിട്ട് വരുന്നത്. ഒരു റെവ് മാച്ചിങ് എന്നുള്ളൊരു ടെക്നിക്ക് യൂസ് ചെയ്യാനാണ്. റാലി ഡ്രൈവിങ്ങിൽ അത് അത്രയ്ക്ക് ആവശ്യം വരാറില്ല. പക്ഷേ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് ലെഫ്റ്റ് ഫുട്ട് ബ്രേക്കിംഗ് ആണ്. അതായത് ലെഫ്റ്റ് ലെഗ് കൊണ്ട് ബ്രേക്ക് പെഡൽ യൂസ് ചെയ്യുക എന്നുള്ളത് ചെയ്യാറുണ്ട്. യൂഷ്വലി നമ്മൾ ലെഫ്റ്റ് ലെഗ് കൊണ്ട് ക്ലച്ച് മാത്രമേ ചവിട്ടുള്ളൂ. റാലി ഡ്രൈവിങ്ങിൽ ലെഫ്റ്റ് ലെഗ് കൊണ്ട് ബ്രേക്സും ചവിട്ടാറുണ്ട്. അത് നമ്മളൊരു ലെസ് ഗ്രിപ്പ് സർഫസസിൽ ഓടിക്കുമ്പോൾ വണ്ടി കൺട്രോളിൽ നിർത്താനും വണ്ടി സ്റ്റേബിളായി നിർത്താനും ലെഫ്റ്റ് ഫുട്ട് ബ്രേക്കിംഗ് വളരെ അനിവാര്യമാണ്. അപ്പോൾ ബേസിക്കലി ഇതെല്ലാം എനിക്ക് ഫാബിദ് പറഞ്ഞു തന്നു. ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ ലൈവായിട്ട് കാണിച്ചു തരാം. അതിനുശേഷം ഫാബിദ് എനിക്ക് കാണിച്ചു തന്ന പോലെ എനിക്കൊന്ന് പരീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് ഫാബിദിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഡ്രൈവിലേക്ക് ഇറക്കാം. ഫാബിദ്, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? ഞാൻ പറഞ്ഞിരുന്നല്ലോ. സ്ലൈഡ് ചെയ്ത് മനസ്സിലായോ? അതായത് ഈ വണ്ടിയുടെ ബാക്ക് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് വന്നപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഫുട്ടിന്ന് കാലെടുത്ത്, അങ്ങനെയല്ല, നമ്മൾ തിരിക്കേണ്ട സമയത്ത് ജസ്റ്റ് റോട്ടലിൽ നിന്ന് കാലെടുത്തപ്പോഴേക്കും വണ്ടി സ്ലൈഡായി. And you control that slide. That's how you have to do lift off oversteer. അതുപോലെ ഈ ഹാൻഡ് ബ്രേക്കിന്റെ കേസ് ഉണ്ടായിരുന്നല്ലേ, അതെവിടെ യൂസ് ചെയ്യാം? ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കോർണറിൽ വന്ന് ടൈറ്റ് ആയിട്ടുള്ള കോർണർ ആണെങ്കിൽ, അപ്പോൾ ഇതുപോലുള്ള ഒരു ടൈറ്റ് കോർണർ ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതായത് ആ ഒരു ഗ്യാപ്പിന്റെ അത് തിരിഞ്ഞു വന്നത്. അതെ, നമുക്കൊരു മിനിമം സ്റ്റിയറിംഗിൽ തിരിക്കാം. അപ്പൊ ഇതാണ് ആക്ച്വലി ആ ഒരു ലിഫ്റ്റ് ഓഫ് ഓവർസ്റ്റിയറും അതുപോലെ ആ ഒരു
ബ്രേക്കിങ്ങിൻ്റെ കണ്ടീഷനും. പിന്നെ അതുപോലെ തന്നെ നോർമലി നമ്മൾ ഈ ഒരു ട്രെയിനിൽ ഓടിക്കുമ്പോൾ ഫസ്റ്റും സെക്കൻഡ് ഗിയർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ തോന്നുന്നു അല്ലേ? ചില സമയത്ത് തേർഡ് ഗിയർ യൂസ് ചെയ്യാം, ഡിപ്പെൻഡ്സ് ഓൺ ദി ട്രാക്ക് പോലെ അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു ഹെൽമെറ്റും അതുപോലെ ഈ സീറ്റ് ബെൽറ്റ് ഒക്കെ നമ്മളെ 100% പ്രൊട്ടക്ട് ചെയ്യും അല്ലേ? നമ്മൾ എത്ര സ്പീഡ് ചെയ്താലും നമുക്ക് ആ ഒരു കോൺഫിഡൻസും ധൈര്യം നൽകും. കേസ് നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാലും നമ്മൾക്കൊരു ഇഞ്ചുറി ഇല്ലാണ്ട് സേവ് ചെയ്യും. ഓക്കെ ഡൺ. അപ്പോൾ ഫാബിദി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഞാനൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അതിനുശേഷം എക്സ്പേർട്ടിൻ്റെ ഒരു ഒപ്പീനിയൻ കൂടി വെച്ചിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അങ്ങനെ ഫാബിദിനായിട്ട് ഒരു രസകരമായിട്ടുള്ള ഡ്രൈവാണ് ചെയ്തത്. അപ്പോൾ ഫാബിദ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിനുശേഷം ഞാനും വണ്ടി ഓടിച്ചു. അപ്പോൾ എക്സ്പേർട്ടിന് ചോദിക്കാം, ഞാൻ ചെയ്ത പ്രശ്നങ്ങളും പറയണം, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്ത ഗുണങ്ങളുണ്ടെങ്കിൽ അതും പറയണം. അപ്പോൾ എന്തായിരുന്നു ഫാബിദിൻ്റെ ഒരു അഭിപ്രായം? പ്രശ്നങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് ടു ഏർലി ടു സേ എനിത്തിങ്. ഇറ്റ് കംസ് വിത്ത് പ്രാക്ടീസ് ആൻഡ് സീറ്റ് ടൈം. എന്തിലിപ്പോൾ ചെറിയൊരു സമയം കൊണ്ട് വളരെ ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു ടെക്നിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റി ഡ്രൈവിങ്ങിൽ. അപ്പോൾ വിത്ത് മോർ സീറ്റ് ടൈം ആൻഡ് മോർ പ്രാക്ടീസ് ഡെഫിനറ്റ്ലി അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്കിത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും എന്തായാലും ഈ ഒരു പ്രൊഫഷനിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുമെങ്കിൽ സുഖമായി കടന്നു വരാം. പ്രത്യേകിച്ച് ഫാബിദിനെ പോലത്തെ ഒരു മാഷ് ഉണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോർമൽ കണ്ടീഷൻസിൽ ഒരു വണ്ടി ഇതുപോലെ റെഡിയാക്കിയിട്ട് ഇതുപോലത്തെ റാലി അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. അവിടെയാണ് ആക്ച്വലി ഈ ഒരു വിഷൻ ഫോർ മോട്ടോർ സ്പോർട്സ് സൊല്യൂഷൻ്റെ ഒരു സൊല്യൂഷൻ വരുന്നത്. അതായത് നിങ്ങൾക്ക് ഏകദേശം ഈ പറഞ്ഞ 1,60,000, അതായത് ഇന്ന് കാലത്ത് ഒരു ഐഫോണിൻ്റെ വിലയാണ് 1,60,000. അപ്പോൾ അത് സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും മലയാളികളാണ്. അപ്പോൾ കണക്കുകൾ എന്തായാലും നോക്കും. കണക്ക് വെച്ച് ഞാനും പറഞ്ഞുതരാം. അതായത് ഇതുപോലത്തെ ഒരു വണ്ടി സെറ്റപ്പ് ചെയ്യണമെങ്കിൽ 25 ലക്ഷത്തിൻ്റെ മുകളിൽ വേണം. അതിനുശേഷം ഈ വണ്ടി റോഡ് ലീഗലല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു വണ്ടീനെ നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. സോ ഇതിന് എന്തായാലും ഒരു ഫ്ലാറ്റ് ബെഡ് വേണം. അപ്പോൾ ഇന്ന് ഞാൻ കോയമ്പത്തൂരാണ്, നാളെ ഒരു ട്രാക്ക് ഈവൻ നടക്കുന്നത് കൊച്ചിയിലാണെങ്കിൽ നമുക്ക് ഏകദേശം അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുവരാം. ലൈക്ക് മെയിൻ്റനൻസ് ഭയങ്കരമാണ്. അത് മാത്രമല്ല ഒരു റാലിക്ക് ഏകദേശം ഒരു 20K വെച്ച് സ്പെൻഡ് ചെയ്യണം. സോ നമ്മളൊരു 10 റാലി ചെയ്താൽ തന്നെ ഏകദേശം 2 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയി. അവിടെയാണ് ഈ ഒരു വിഷൻ ഫോർ മോട്ടോർ സൊല്യൂഷൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു കണക്ക് വരുന്നത്. 1,60,000 പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 റേസ് ചെയ്യാൻ പറ്റും. ആ 10 റേസിൻ്റെ കൂടെ നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ കാറിൽ വന്നു കഴിഞ്ഞാൽ സ്ഥലം സെറ്റപ്പാണ്, കാറ് സെറ്റപ്പാണ്, അതിൻ്റെ മെയിൻ്റനൻസ് നോക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൂളായിട്ട് വന്ന് റേസ് ചെയ്തിട്ട് പോവാം. അതുമാത്രമല്ല ഇതിൻ്റെ ഒരു ഫൈനൽ അല്ലേ, ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 5 lakhs അടുത്തോളം ക്യാഷ് പ്രൈസും ഉണ്ട്. സോ നിങ്ങളൊരു എൻതൂസിയസ്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അല്ലാതെ ഇതൊരു പരസ്യമല്ല. സോ ഉറപ്പായിട്ടും ഫാബിദിനെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ ഇദ്ദേഹം എന്താണെന്നും അതുപോലെ ഇതിൻ്റെ കഴിവ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. സോ ഇതുപോലെ നിങ്ങൾക്ക് ആവാൻ സാധിക്കും. സോ താങ്ക് യു സോ മച്ച് ഫാബിദ്. അതായത് എനിക്കിത് ഭയങ്കര വലിയ ഇൻസൈറ്റ് ആയിരുന്നു. സോ എന്നെ പോലെ ഈ ഒരു പ്രൊഫഷനിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ അപ്പുറം എനിക്ക് തോന്നുന്നു വേറെ സൊല്യൂഷൻ ഇല്ല. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.